41 വർഷം പൂർത്തിയാക്കിയ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ന് UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് നേടിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. നാക്കിൻ്റെ A++ കിട്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി 401നും 500നും ഇടയ്ക്കുള്ള ബാൻഡിലാണ്. യങ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിലും നമ്മൾ 85ാമത്തെ സ്ഥാനമുണ്ട്. NIRF റാങ്കിങ്ങിൽ രാജ്യത്ത് തന്നെ 37ാമത്തെ സ്ഥാനം. ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇതിനകം തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 20 കോടി രൂപ ചിലവാക്കിയിട്ട് ഉള്ള ഒരു ട്രാൻസ്ലേഷൻ റിസർച്ച് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പദ്ധതി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 30 കോടിയിലധികം രൂപ വരുന്ന പോളിമർ സയൻസിലെ സെൻറ്റർ ഓഫ് എക്സലൻസ് പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ കിസ്റ്റി എന്നുള്ള ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് സംസ്ഥാനത്തെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഏകദേശം 57 കോടി രൂപ ചിലവാക്കി അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസത്തിനുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുള്ള ഒരു ഹബ്ബായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അന്താരാഷ്ട്ര കൊളാബറേഷൻസ് MOUs നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. UGCയുടെ തന്നെ 13 കോഴ്സുകൾ ഓൺലൈൻ പ്രോഗ്രാം അതിനുള്ള സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ പല കോഴ്സുകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നോളജ് എക്കോണമി എന്നുള്ള കൺസെപ്റ്റ് തീർച്ചയായിട്ടും നടപ്പാക്കിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ കരിക്കുലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്ഷൻ 8 കമ്പനി, MGU ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ ഉണ്ട്. ഇത് രണ്ടിൻ്റെയും പ്രാഥമികമായിട്ടുള്ള ഫംഗ്ഷൻ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനകം തന്നെ ഒട്ടനവധി കമ്പനികൾ ക്യാമ്പസിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒട്ടനവധി സ്റ്റാർട്ടപ്പുകൾ, വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പുകൾ, ഏകദേശം 30ന് മുകളിൽ സ്റ്റാർട്ടപ്പുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് മാറിയ ഒരുപാട് കമ്പനികൾ ഇവിടെയുണ്ട്. ആ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നോളജ് എക്കോണമി എന്നുള്ള ആ കൺസെപ്റ്റിൽ നമ്മൾ ഒട്ടനവധി മുന്നോട്ട് പോയിട്ടുമുണ്ട്.